ഇവിടെ കൊണ്ടുവന്ന് ഇത് പ്രോസസ്സ് ചെയ്ത് ഒരു മായവുമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളാക്കി മാറ്റുന്നത് കൊണ്ട് നമുക്കും നമ്മുടെ ഈ നാടിനും ഒരു ശ്രേഷ്ഠമായ കാര്യമാണ് ഈ ഫാക്ടറി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ഒട്ടും മായമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ അവൻ്റെ ഭക്ഷണമേശയിലേക്ക് സാധനം എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും സ്നേഹവും കരുതലുമാണ് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കൂട്ട്. അതാണ് നമ്മുടെ പ്രധാന കൂട്ട്, അത് പറയാമല്ലോ. ആത്മീയ രംഗത്ത് മാത്രമല്ല ആരോഗ്യരംഗത്തും തലശ്ശേരി അതിരൂപതയുടെ കരുതൽ. ബയോമൗണ്ടൻ എന്ന ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയിലൂടെ മായം കലരാത്ത ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യം. ഇത് ബയോമൗണ്ടൻ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി തുടങ്ങിയിരിക്കുന്ന സ്പൈസസ് യൂണിറ്റിലെ മെഷീനുകളാണ്. നമ്മൾ മുളക് പൊടി പൊടിക്കുന്ന മെഷീനാണിത്. ഈ മെഷീന് നമുക്ക് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മണിക്കൂറിൽ ഏതാണ്ട് 500 കിലോ നമുക്ക് പൊടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള മെഷീനാണ് സ്ഥാപിച്ചിരിക്കുക. ഇത് സൈക്ലോൺ സിസ്റ്റമാണ്. അവിടെ ഒരു മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി പൊടിക്കുമ്പോൾ ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്കറിയാം അതിൻ്റേതായ അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും. പക്ഷേ ഇതിൻ്റെ ആ സൈക്ലോൺ സിസ്റ്റം ആയതുകൊണ്ട് ഇത് ചൂടാകുന്നതോടൊപ്പം തന്നെ അവിടെ മുകളിൽ വരുമ്പോഴത്തേക്ക് തണുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ലും അതിൻ്റെ ആരോമയും നഷ്ടപ്പെടാതെ നമുക്കിതിനെ പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ മെഷീൻ്റെ ഒരു സവിശേഷതയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സാധനം പണിക്കാർക്ക് കൂടുതൽ ലേബർ അനായാസവുമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനമെല്ലാം മുളക് പൊടി ഇതിനകത്ത് വന്ന് വീണോളും. അവിടുന്ന് നമ്മുടെ അരിപ്പയുണ്ട്, അരിപ്പയിലേക്ക് വീഴും. അരിപ്പയിൽ നമ്മൾ കണ്ടെയ്നറിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അരിപ്പയുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിലും അരിപ്പയിൽ കുടുങ്ങി പോക്കുള്ളൂ. നമുക്ക് അതിൻ്റെ അകത്ത് വരികയില്ല, നമ്മൾ കാണാത്ത, നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ കാണാത്ത എന്തെങ്കിലും ചെറിയ പൊടിയോ തെരിയോ എന്തെങ്കിലും അരിപ്പയിൽ അതിനകത്തുള്ളതുകൊണ്ട് ക്ലീൻ ആക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ അകത്ത് രണ്ടാമതുള്ള ഗുണം ഒരേ സൈസുള്ള പൊടിയുടെ സൈസ് വലുപ്പം എന്ന് പറഞ്ഞാൽ ഒരേ സൈസ്. അരിപ്പയിൽ അരിഞ്ഞ് വരുന്നതുകൊണ്ട് ഒരേ മോഡൽ ഒരേ സൈസുള്ള പൊടി നമുക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അതുകൊണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ മസാലകൾ പൊടിക്കാനുള്ള ഈ മെഷീനുകൾ നമുക്കിവിടെ ഉണ്ട്. ഹാമർ മില്ലുകളുണ്ട്. ആ മില്ലുകളിൽ അതിൻ്റെ അകത്ത് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ചിക്കൻ മസാലയോ ഫിഷ് മസാലയോ ഗരം മസാലയോ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്കിത് ബ്ലെൻഡ് ചെയ്യുന്ന മെഷീനാണ്. ഇത് ബ്ലെൻഡിങ് മെഷീനാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലെൻഡിങ് സൗകര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യണം. നമുക്കെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയിലും ടേസ്റ്റും നമുക്ക് കിട്ടുകയുള്ളൂ. ഏറ്റവും നല്ല രീതി അതിനൊരു ബ്ലെൻഡിങ് മെഷീൻ നമുക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഇത് റോസ്റ്ററാണ്. പക്ഷേ നമുക്ക് റോസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു മുളക് പൊടിക്കുമ്പോഴും ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊക്കെ മസാലകൾ പൊടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ രീതിയിൽ ചട്ടിയിൽ വറുത്ത് സാധനങ്ങൾ ഓരോന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. നമ്മൾ കാണിക്കാതെ നമ്മുടെ അമ്മച്ചിമാർ തന്നെ ഒന്ന് ഒരു വറുത്ത് എടുത്തിട്ടാണ് നമ്മളതിനെ പൊടിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഒറിജിനലായിട്ട് നമ്മൾ വീടുകളിലുണ്ടാക്കുന്ന അതേ പണ്ടുകാലം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതേ ടേസ്റ്റിലും രുചിയിലും അല്ലെങ്കിൽ അതേ മണവും എല്ലാം കിട്ടുന്ന രീതി നമുക്ക് അതിനെ ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതും കമ്പനിയുടെ നമ്മുടെ ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു സംവിധാനമാണ്. ഇത് നമ്മുടെ പാക്കിംഗ് സെഷനാണ്. പാക്കിംഗ് സെഷനിൽ ഇവിടേക്ക് ഈ സെഷനിലൂടെ നമ്മൾ പൊടിയിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ഒരു ബ്ലെൻഡിങ് സംവിധാനമുണ്ട്. അവിടെ നിന്ന് വീണ്ടും അത് ബ്ലെൻഡ് ഒന്നുകൂടെ ചെയ്യും. അതിലൂടെ ഈ പൈപ്പിലൂടെ കയറി നമുക്കിതിലൂടെ വന്ന് ഇതിനകത്ത് നമുക്ക് 100 ഗ്രാമിൻ്റെയും 500-ൻ്റെയും 250-ൻ്റെയും പാക്ക് ചെയ്യാനുള്ള മെഷീനാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മണിക്കൂറിൽ ഇത് നമുക്ക് 500 കിലോ പാക്ക് ചെയ്ത് ഇറങ്ങിപ്പോരാൻ ഒരു മണിക്കൂർ മുതൽ 500 കിലോ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഈ സംവിധാനം ഉള്ളതിൻ്റെ അകത്തൂടെ കൃത്യമായി നമുക്ക് ഇതിലൂടെ വന്ന് സാധനം ഇതിലേക്കൂടെ ഇറങ്ങി ഇവിടെ നിന്ന് പാക്കിങ് ചെയ്ത് നമുക്ക് ഇതിലൂടെ കൺവെയറിലൂടെ സാധനം ഇവിടെ വരും. ഇവിടെ വന്ന് വീഴും. നമുക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകൾ നമുക്കിവിടെ ഇതിൽ നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതനുസരിച്ചുള്ള അളവിൽ നമുക്കിവിടെ സാധനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് ഈ പാക്കിംഗ് മെഷീൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാം നല്ല ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പാക്കിംഗ് സെഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഹൈജീനിക് സംവിധാനം. ബയോമൗണ്ടൻ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി തലശ്ശേരി അതിരൂപതയുടെ ഒരു സംരംഭമാണ്. മലയോര മേഖലയിലെ കർഷകരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കർഷക മക്കളെ അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അവർ വിൽക്കാൻ സഹായിക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അതിനെ മാറ്റാൻ വേണ്ടി സഹായിക്കുക. അങ്ങനെ കൃഷിക്കാരനെ അവൻ്റെ പ്രവൃത്തികൾ ലാഭത്തിലേക്ക് കൊണ്ടുവരുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അഭിമന്യ പിതാക്കന്മാർ ഈ സംരംഭം ആരംഭിച്ചത്. അഭിമന്യ ഞള്ളക്കാട് പിതാവിൻ്റെ നേതൃത്വത്തിൽ
ബഹുമാനപ്പെട്ട ആശാരിപ്പരമ്പലച്ചൻ അതിന് തുടക്കം കുറിച്ചു. ശേഷം അതോടൊപ്പം നമുക്കറിയാം ബഹുമാനപ്പെട്ട പമ്പളാനി പിതാവ് അതിൻ്റെ നിർലോഭമായ സഹകരണത്തോടും ധീരമായ തീരുമാനത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്ലാന്റ് നമുക്ക് നിർമ്മിക്കാനും അതിനെ ഒന്ന് പ്രവർത്തനസ്ഥമാക്കാനും വേണ്ടി സാധിച്ചിരിക്കുക. കൃഷിക്കാരൻ്റെ വസ്തുക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിക്കൊണ്ട് ഈ ആധുനിക കാലഘട്ടങ്ങളിൽ കൃഷിയെ ലാഭകരമാക്കി കൊണ്ടുവരാൻ വേണ്ടി കർഷകനെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് അതോടൊപ്പം കൊണ്ടാണ് അഭിനയ പിതാവ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ തന്നെ കറി പൗഡറുകൾക്ക് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് രൂപത തീരുമാനിക്കുകയായിരുന്നു. കാരണം അതാണെങ്കിൽ നമ്മുടെ മനുഷ്യർ കഴിക്കുന്ന വിഷം നിറഞ്ഞ വസ്തുക്കളിലൂടെയാണ്, കറി പൗഡറിലൂടെയാണ് നമ്മൾ പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വിഷവിമുക്തമായ അതില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഒട്ടും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന കറി പൗഡറുകൾ ഇവിടെ നിർമ്മിച്ചെടുക്കുക അല്ലെങ്കിൽ അതിനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് കമ്പനി ലക്ഷ്യം വെക്കുന്ന കാര്യം. അതുകൊണ്ടുള്ള ഉദ്ദേശം മനുഷ്യൻ്റെ ആരോഗ്യമാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മനുഷ്യരെല്ലാം ക്യാൻസർ രോഗത്തിനും കരൾ രോഗത്തിനും മറ്റ് അസുഖങ്ങൾക്കും അടിപ്പെട്ട് പോകുന്നതിൻ്റെ കാരണം ഉണ്ടാകുന്ന നല്ല ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടും ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഉദാഹരണത്തിന് ഒരു ചിക്കൻ മസാലയോ ഫിഷ് മസാലയോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്കറിയാം, അല്ലെങ്കിൽ ഇറച്ചിക്ക് മീറ്റ് മസാല ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഏതാണ്ട് 11 മുതൽ 12ഓളം സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യം തികച്ചും ഉത്തമമായ രീതിയിൽ തന്നെയാണ് നമ്മൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ സവിശേഷമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് മുളകും മല്ലിയും മാത്രമേ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. മറ്റുള്ള നമ്മുടെ ഇഞ്ചിയും മഞ്ഞളും മറ്റ് ജാതിക്കായും ജാതിപത്രിയും ഏലക്കായും തുടങ്ങിയിട്ടുള്ള കാർഷിക വിഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ തന്നെ കർഷകരുടെ ആൾക്കാരിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുക. വയമൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്ക് ഏതാണ്ട് 5550ഓളം മെമ്പർമാരുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാനാജാതി മതസ്ഥരായ ആൾക്കാർ മെമ്പർമാരായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫാർമർ പ്രൊഡ്യൂസ് കമ്പനിയാണ് വയമൗണ്ടൻ ഫാർമർ പ്രൊഡ്യൂസ് കമ്പനി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. കമ്പനിക്ക് നല്ല ഡയറക്ടർ ബോർഡ് ഉണ്ട്. ബഹുമാനപ്പെട്ട സിബിസൻ പാലാക്കുഴിയച്ചൻ വികാരി ജനറൽ ചെയർമാനായിട്ടുള്ള ബോർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. അപ്പോൾ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ഒട്ടും മായമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ അവൻ്റെ ഭക്ഷണമേശയിലേക്ക് സാധനം എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അത് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നവർ തന്നെ സാധാരണക്കാരായ ആൾക്കാർ, കർഷകരായിരിക്കുന്ന വയമൗണ്ടൻ ഫാർമേഴ്സ് കമ്പനിയുടെ മെമ്പർമാരായിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുള്ളതും ഈ കമ്പനിയുടെ മറ്റൊരു സവിശേഷതയാണ്. അതിനെല്ലാം അതോടൊപ്പം തന്നെ ഫുഡ് ടെക്നോളജി പഠിച്ച ടെക്നീഷ്യൻസ് നമുക്ക് കമ്പനിയിലുണ്ട്. അതിൻ്റെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുന്ന നല്ല മിഷൻ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളതും ഗവൺമെൻറ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കർഷകൻ്റെ മെമ്പർമാരായിരിക്കുന്ന കൃഷിക്കാരൻ്റെ സാധനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അവനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ കണ്ട് അത് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളായി മനസ്സിലാക്കി ആ കർഷകൻ്റെ കയ്യിൽ നമ്മൾ സാധനങ്ങൾ ഇവിടെ ശേഖരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർഷകന് നല്ല വിലയും നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റിൽ അല്ലെങ്കിൽ പേപ്പറിലുള്ളതിനേക്കാളും 5 രൂപ മുതൽ 10 രൂപ വരെയുള്ള വില കൂട്ടിക്കൊടുത്തിട്ട് കർഷകൻ്റെ സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷിക്കാരൻ്റെ വിളവ് ഭൂമിയിൽ നല്ല അവനുണ്ടാക്കുന്ന സാധനങ്ങളെ നമ്മൾ അതിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും അത് കമ്പനിയിൽ കൊണ്ടുവന്ന് അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യാം. ഉടനെ തന്നെ നമ്മൾ കമ്പനി വിഭാവനം ചെയ്യുന്ന മറ്റ് സംരംഭങ്ങളുണ്ട്. നമ്മൾ വാഴയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ തുടങ്ങാൻ വേണ്ടി നമ്മൾ തുടങ്ങുന്നു. അപ്പം വാഴയ്ക്കായിൽ നിന്നുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പൗഡറുകളുണ്ട്, അതിൻ്റെ ബേബി ഫുഡുകളുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പഴം തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി സാധിക്കുന്നെന്ന് ഗവൺമെൻറ്റിൽ നമ്മളോട് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വഴി നമുക്കറിയാൻ വേണ്ടി സാധിച്ചു. അതനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ കൃഷിക്കാരൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ വിലസ്ഥിരത വിലയ്ക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് അവനെക്കൊണ്ട് വാഴ കൃഷി ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും അത് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഉള്ള സംവിധാനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ വരുന്ന 1-2 മാസത്തിനുള്ളിൽ നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുന്ന സംരംഭമാണ്. നിലവിൽ നമുക്ക് ഇവിടെ ചിക്കൻ മസാല, ഫിഷ് മസാല, മീറ്റ് മസാല, ഗരം മസാല, അച്ചാർ, രസം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ 13ഓളം വിവിധ തരത്തിലുള്ള മസാല പൗഡറുകൾ, കറി മസാലകൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
കൂടാതെ നമ്മൾ തന്നെ ചായപ്പൊടിയുടെ യൂണിറ്റുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കളർ ചേർക്കാതെ നല്ല ചായപ്പൊടി കൃഷിക്കാരനിലേക്ക് അല്ലെങ്കിൽ സാധനമൊക്കെ എത്തിക്കാൻ ലക്ഷ്യത്തോടുകൂടി നല്ല ചായപ്പൊടിയുടെ യൂണിറ്റ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ബയോമൗണ്ടൻ ചായപ്പൊടി യൂണിറ്റ് നമ്മൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും പ്രൊഡക്റ്റുകളാണ് നിലവിൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പേര് ജോളി തോമസ്. ഞാൻ അങ്ങാടിക്കടവിലാണ്. തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബയോമൗണ്ടൻ ഫാക്ടറി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ഒരു അനുഗ്രഹപ്രദമായ ഒരു സംരംഭമാണ്. കാരണം ഈ പരിസര പ്രദേശത്തുള്ള കർഷകരുടെ നിന്നും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവകകൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ന്യായമായ വില കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇത് പ്രോസസ്സ് ചെയ്ത് ഒരു മായവുമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളാക്കി മാറ്റുന്നത് കൊണ്ട് നമുക്കും നമ്മുടെ ഈ നാടിനും ഒരു ശ്രേഷ്ഠമായ കാര്യമാണ് ഈ ഫാക്ടറി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ കൂട്ടങ്ങളും തന്നെ ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട എല്ലാം നമ്മുടെ കർഷകരുടെ അടുത്തു നിന്നാണ് മേടിക്കുന്നത്. ചുക്ക്, കുരുമുളക്, മഞ്ഞൾ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം തന്നെ കർഷകർക്ക് നിത്യമായിട്ടുള്ള ഒരു തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും അവർക്ക് ഇടനിലക്കാരില്ലാതെ നല്ല രീതിയിലുള്ള ലാഭവിഹിതം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. 10,000-5,000 ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. പിന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ വന്നതോടുകൂടി കുറച്ച് പേർക്ക്, ഒരു 10-15 പേർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കുകയും അവർക്ക് ഈ സമൂഹത്തിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ജീവിത നിലവാരം കെട്ടിപ്പടുക്കുവാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല സാധനങ്ങൾ കൊടുത്തു വിടണം. ഭക്ഷ്യ വസ്തുക്കൾ, അതായത് ഇപ്പം മീറ്റ് മസാല ആയാലും ചിക്കൻ മസാല ആയാലും ഗരം മസാല ആയാലും എല്ലാം അവർക്ക് നല്ല സാധനങ്ങൾ കൊടുത്തു വിടണമെന്നാണ് നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പം അങ്ങനെ ഒട്ടനവധി പേര് ഇവിടെ വന്ന് ഇതുപോലെയുള്ള ഈ സാധനങ്ങൾ മേടിച്ച് പാക്ക് ചെയ്ത് അവർക്കൊക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ കയറ്റുമതിക്കുള്ള സാഹചര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. നല്ല ഭക്ഷ്യവസ്തുക്കൾ എവിടെയുണ്ടോ അതിന് വിലയല്ല പ്രശ്നം, നല്ലത് എവിടെ കിട്ടുന്നോ അതാണ് ഇന്നത്തെ ആളുകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ ബയോമൗണ്ടൻ ഫാക്ടറി. നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നതാണ്. നല്ല ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റ് മസാല പൗഡറുകൾ നമ്മൾ സാധാരണ ഒരു ചിക്കൻ മസാല 2 സ്പൂണോ അല്ലെങ്കിൽ ഗരം മസാല 2 സ്പൂൺ ഇടുന്നതിന് പകരം നമ്മുടെ കറി മസാലകൾ ഉപയോഗിക്കുമ്പോൾ അത് 1 സ്പൂൺ ഉപയോഗിച്ചാൽ മതി എന്നുള്ളതും ഇതിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ കാണിക്കുന്ന ഒരു ശ്രദ്ധയിരുത്തുന്നുണ്ടാകുന്ന ഗുണമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം ഇത് സ്ഥിരമായി നമ്മുടെ ഒത്തിരിയേറെ ആൾക്കാർ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ നമ്മുടെ മസാലകൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതും മറ്റ് വലിയ പരസ്യങ്ങളിലേക്കും നമ്മൾ പോകാറില്ല. നമുക്ക് കർഷകരായിരിക്കുന്ന ആൾക്കാർ പരസ്യം കൊടുക്കുന്ന പരസ്യങ്ങളും അവരുടെ മുഖാമുഖം കൊടുക്കുന്ന സന്ദേശങ്ങളും മാത്രമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റിലേക്ക് ചുരുങ്ങിയ 4-5 മാസങ്ങൾ കൊണ്ട് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചെന്നുള്ളത് അത് സാധാരണക്കാരായ ആൾക്കാരും അഭ്യസിതരായിരിക്കുന്ന ആൾക്കാരും ഇതിനെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതോടൊപ്പം ഗവൺമെൻറ് തലത്തിൽ ദൂരദർശനിലൂടെ വന്നിരുന്നു, ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരിവിടെ പോയിരുന്നു, കൃഷിദീപത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആൾക്കാർ ഇവിടെ വരികയും ഇതിൻ്റെ ഗുണവും നന്മയും മനസ്സിലാക്കിക്കൊണ്ട് അവർ നൽകുന്ന പ്രോത്സാഹനങ്ങളെയും സ്നേഹം ഓർക്കുകയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഏതാണ്ട് 10ഓളം ജീവനക്കാർ ജോലി ഇപ്പോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ നമുക്കിത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് വിൽക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഏതാണ്ട് 100-110ഓളം സ്ഥലങ്ങളിലായി നമ്മുടെ കർഷകർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന കർഷക ചന്തകളിലൂടെയും അതുപോലെ തന്നെ ചെറിയ യൂണിറ്റുകളിലൂടെ നമ്മുടെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിൽ പലർക്ക് ഇത് വിൽക്കുന്നതിലൂടെയും അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതിലൂടെയും കിട്ടുന്ന മെച്ചങ്ങളുണ്ട്.
ചില സംഘടനകൾ അവർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് സാധനങ്ങൾ അവർ കൊണ്ട് വിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങൾ, കമ്മീഷൻ ലഭിക്കുന്ന മെച്ചങ്ങളുണ്ട്. അപ്പം അങ്ങനെ പലരും എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 100-110 ആൾക്കാരൊക്കെ ഇതിനോട് ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ സന്തോഷകരമായ കാര്യവും തന്നെയാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് 125 സ്ഥലങ്ങളിൽ നമ്മുടെ കർഷകരുടെ തന്നെ തുടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കൊടുക്കുക. അതുകൂടാതെ നമുക്ക് ചെറിയ 10-25 കടകളിലേക്ക് നമ്മളിപ്പോൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ ആവശ്യങ്ങളുമായി കച്ചവടക്കാർ വരുന്നതുകൊണ്ട് കടകളിലേക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ 125 കർഷകരുടെ കൂട്ടായ്മകളിലൂടെയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിവിധ പള്ളികളോട് ചേർന്ന്, സ്ഥാപനങ്ങളോട് ചേർന്ന് കർഷക കൂട്ടായ്മകളോട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഇനി മാർക്കറ്റിലേക്ക് പുതിയ കച്ചവടക്കാർ കടകളിൽ വരുന്ന ഡിമാൻഡ് വരുന്നതുകൊണ്ട് അവരിലേക്കൂടെ നമ്മളിപ്പോൾ 25 കടകളിലേക്കൂടെ നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ പ്രൊഡക്റ്റുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് ലില്ലി. ഞാൻ ഈ ബയോമൗണ്ടൻ കമ്പനി തുടങ്ങിയ കാലം മുതലേ ഉണ്ട്, ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ബയോമൗണ്ടൻ കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾക്കൊരു പ്രത്യേകത, അമ്മമാർ തന്നെ സ്വയം നിർമ്മിച്ചെടുത്തൊരു കൂട്ടാണ്. നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ മെത്തേഡിൽ എടുക്കുന്ന ഒരു കൂട്ടാണ്. ഇനി അമ്മമാരാണത് പ്രൊഡക്റ്റ് ചെയ്യുന്നതും അത് വറുത്ത് പൊടിച്ചെടുക്കുന്നതെല്ലാം അമ്മമാർ തന്നെയാണ്. അത് ഞങ്ങളുടെ സ്നേഹവും ആ പരിചരണവും നമ്മുടെ ആത്മാർത്ഥതയും പ്രാർത്ഥനയും ഉണ്ട് ഈ കറി പൗഡറിനകത്ത്. അപ്പം ഇത് ഒരിക്കലും ഒരു മായം കലർന്നതും ഒന്നുമല്ല. നമ്മുടെ തന്നെ കൂട്ടുകൾ നമ്മൾ തന്നെ നോക്കി വൃത്തിയാക്കി എടുത്ത് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ്. മാത്രമല്ല ഞങ്ങൾക്കിതിനോടൊരു പ്രത്യേകത ആത്മാർത്ഥതയുണ്ട്. ജോലിയില്ലാതിരുന്ന കുറേ പേർക്ക് ഇതിനകത്ത് ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, മറ്റുള്ളവർ ഉപയോഗിക്കാം. അതായത് ഞങ്ങൾ ഉപയോഗിച്ച് തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ അറിഞ്ഞതിന് ശേഷം. വർഷങ്ങളായിട്ട് നമ്മൾ രൂപതയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിനകത്ത് യാതൊരു മായവും ഇല്ലാന്ന് 100% ഇതിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെല്ലാവരും ഉറപ്പ് തരുന്നൊരു വസ്തുതയാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മുടെ പ്രാർത്ഥനയും സ്നേഹവും കരുതലുമാണ് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കൂട്ട്. അതാണ് നമ്മൾ പ്രധാന കൂട്ട്, അത് പറയാമല്ലോ. നമുക്കറിയാം കമ്പനികളെല്ലാം തുടങ്ങുന്ന ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പഴയ ബയോമൗണ്ടൻ ഫാർം പ്രൊഡ്യൂസ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ലക്ഷ്യം വെക്കുന്നത് പോലെ തന്നെ കൃഷിക്കാരന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൃഷിക്കാരനെ അവൻ്റെ കൃഷിയെ ലാഭകരമായ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ രീതിയിൽ കർഷകനെ ഈ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അവനെ കൊണ്ടുവരുവാനും കൃഷിയെ ലാഭകരമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ സാമ്പത്തികമായ വളർച്ച ഈ രീതിയിൽ കൃഷിക്കാരൻ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിരൂപത വിഭാവനം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് തന്നെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ സംവിധാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇവിടെ വരുന്നതോടുകൂടി തന്നെ കേരളത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വിദേശങ്ങളിലേക്ക് കുടിയേറി പോയി പാർക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് ഇവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. വാഴയിൽ നമുക്കറിയാം ഏതാണ്ട് 10-20 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ചക്കയിൽ നിന്ന് ഏതാണ്ട് 50-ൽ പരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ മാങ്ങാപ്പഴത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ ഭക്ഷ്യവസ്തുക്കളെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കഴിയുമ്പോൾ അതിനെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാനും അതിന് വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ നമുക്ക് സാധിക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് ലഭിക്കുന്നതിനേക്കാളും പുറത്ത് ലഭിക്കുന്നതിനേക്കാളും വലിയ സാമ്പത്തിക ലാഭങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങൾ നമുക്കിവിടെ ഒരുക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റോട് ചേർന്ന് അതിരൂപത അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാർക്കിൻ്റെ സംവിധാനങ്ങളും കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാർക്ക് ഇവിടെ ജോലി ലഭിക്കുവാനും പുതിയ സംരംഭങ്ങൾ വരുവാനും കൃഷിക്കാരൻ്റെ ഒരു ഉൽപ്പന്നങ്ങളെ പോലും വെറുതെ പോകാതെ നമുക്കതിനെ കൊണ്ടുവരാനും വേണ്ടി സാധിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുവാൻ നമുക്ക് സാധിക്കും. ആ രീതിയിലാണ് ബയോമൗണ്ടൻ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ കൃഷിക്കാർ നല്ല നടീൽ വസ്തുക്കളെ കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ നല്ല മഞ്ഞൾ വിത്തുകൾ ഇപ്പോൾ ഉടനെ തന്നെ കൃഷിക്കാർക്ക് ഏതാണ്ട് 3 ടണ്ണോളം 3000 കിലോയോളം മഞ്ഞൾ വിത്തുകളാണ് ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വരുന്ന വർഷം നട്ട് കഴിയുമ്പോൾ കൃഷിക്കാരിൽ നമ്മൾ തന്നെ നല്ല വില കൊടുത്ത് കമ്പനിക്ക് അത് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചി നമ്മുടെ വിത്തുകൾ ഉടനെ നമ്മൾ കൊടുക്കും. അങ്ങനെ വിവിധങ്ങളായ നടീൽ വസ്തുക്കൾ ഏറ്റവും ഗുണമേന്മയുള്ള നല്ല നടീൽ വസ്തുക്കളെ കൊടുക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ട് കൃഷിക്കാരൻ്റെ കൃഷി രീതിയെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക. കൃഷിക്കാർക്ക് നല്ല ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ആധുനിക AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുവാനും
ആധുനിക സൗകര്യങ്ങളോടും സംവിധാനങ്ങളോടും കൂടി കൃഷി ചെയ്യാൻ അവനെ പഠിപ്പിക്കുക. അങ്ങനെ കൃഷിയെ ഏറ്റവും ലാഭകരമാക്കി മാറ്റുന്ന രീതിയിൽ, കൃഷിയെ ആയാസകരമാക്കി മാറ്റുന്ന ചെയ്തുകൊണ്ട് കൃഷിക്കാരൻ്റെ കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ബയോമോണ്ടൻ ഫാർമ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലക്ഷ്യം വെക്കുന്ന കാര്യം തന്നെയാണ്.